ഏതായാലും മുകളിലൊരാളുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞു. ദൈവവിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയായ CPM-ലെ സത്യം ഒടുവിൽ തെളിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് സഖാക്കളും ജനസംഘക്കാരും ജയിലിലുണ്ടാക്കിയ അന്തർധാരയുടെ തുടർച്ചയാണ് ജയരാജന്റെ BJP വഴിയമ്പല ദർശനമെന്ന് വരെ വിമർശകർ തട്ടിവിട്ടു. പാവം കോൺഗ്രസുകാരെ നാട്ടുകാർ തെറ്റിദ്ധരിച്ചു. ഒടുവിലോ CPM പുറത്തു ജയരാജനോട്. രാജനല്ല, മഹാരാജനാണ്, സാക്ഷാൽ ജയരാജൻ. പൊറുക്കാതെ പറ്റുമോ? അമ്മാതിരി ദൗത്യവും ഫയലും കൊണ്ടല്ലേ മൂപ്പര് ദല്ലാൾ വഴി പ്രകാശ് വഴി മോദിയിലേക്ക് എത്താൻ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ നടന്നതൊക്കെ സുജേച്ചിയും കൂട്ടുകാരും പറഞ്ഞു പരത്തിയതാണ്. EP ജയരാജൻ BJP-യിൽ ചേരാൻ പോയതൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ EP ഇല്ലെങ്കിലും കണ്ണൂരിൽ BJP അസ്തമിച്ചു പോവുകയൊന്നുമില്ല. ആർക്കും EP അത്ര നിർബന്ധമുള്ള നേതാവുമല്ല. പക്ഷേ നിഷ്കളങ്കനായ EP-യുടെ വിശദീകരണം, ഞാൻ പണ്ടെങ്ങാണ്ടോ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല, ഇനി കാണത്തുമില്ല, സത്യം 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 എന്ന നിഷ്കളങ്ക അഫിഡവിറ്റ് എന്തായാലും മറ്റൊരു പോംവഴിയുമില്ലാതെ CPM സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു കൊടുത്തു. ഇനി EP ദല്ലാൽ നന്ദകുമാറിനെ വഴിയിൽ കണ്ടാൽ പോലും മിണ്ടരുത്, കാണുകയുമരുത്. അതിന് EP തലകുലുക്കി. പക്ഷേ BJP-യിലേക്ക് പോകരുത് മേലാലെന്ന് പാർട്ടി സെക്രട്ടറി എടുത്തു പറയാത്തതെന്തേ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ വനിത ഗൗരിയമ്മയ്ക്ക് കുടുംബമില്ല, മക്കളുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചോദ്യങ്ങളുമായി എത്തിയേനെ. MV രാഘവന് മക്കൾ 4 അതിൽ നികേഷ് ഒഴികെ ഏതു മക്കളും ഏത് നിമിഷവും CPM-നോട് ചോദിക്കാം, എന്തേ അച്ഛനെ പുറത്താക്കിയ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് EP-യെ ഒഴിവാക്കിയില്ല എന്ന്. അതിനുത്തരം നമുക്കും കിട്ടുന്നില്ല. തൽക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല CPM-ലും തലപ്പൊക്കമുള്ള നേതാക്കളാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ആന്റണി കോൺഗ്രസിനെയും കൂട്ടി CPI-യെയും കൂട്ടി CPM 1980-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഘടകകക്ഷികൾക്കും CPM-നും സർവസമ്മതനായ ഒരാളെ കണ്ടെത്തി മുന്നണി കൺവീനറാക്കാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ നറുക്കു വീണത് കണ്ണൂരിൽ നിന്നുള്ള CPM നേതാവ് PV കുഞ്ഞിക്കണ്ണനായിരുന്നു. എല്ലാ കക്ഷികളെയും കൂട്ടിക്കൊണ്ടു നടക്കാൻ അസാധാരണമായ മെയ്വഴക്കവും ആജ്ഞാശക്തിയും പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു കുഞ്ഞിക്കണ്ണൻ. 1981-ൽ മുന്നണി പൊളിച്ച് AK ആന്റണിയും കൂട്ടരും കോൺഗ്രസ് പാളയത്തിലേക്ക് പോയപ്പോഴും മുന്നണിയെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയത് കുഞ്ഞിക്കണ്ണനായിരുന്നു. 1977-ലും 82-ലും നിയമസഭാംഗമായ PV CPM സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 1985-ൽ CPM-ൽ ഇരുണ്ടുകൂടിയ ബദൽ രേഖ വിവാദ കാലത്ത് MV രാഘവനൊപ്പം നിന്നതിന്റെ പേരിൽ 1986 ജനുവരി 13-ന് കുഞ്ഞിക്കണ്ണനെയും MVR-നെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തെ സസ്പെൻഷനാണ് ഇദ്ദേഹത്തിന് അനുവദിച്ചത്. PV കുഞ്ഞിക്കണ്ണനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് 1986-ൽ പുറത്താക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചത് TK രാമകൃഷ്ണനെയായിരുന്നു. 1 വർഷം തികച്ചിരുന്നില്ല. അദ്ദേഹത്തിന് പകരം MM ലോറൻസിനെ നിയോഗിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗവും തൊഴിലാളി രംഗത്ത് ദീർഘകാല പരിചയവുമുണ്ടായിരുന്ന ലോറൻസിനും കുഞ്ഞിക്കണ്ണന്റെ അതേ ഗതിയാണ് പിന്നീടുണ്ടായത്. പാർട്ടിയിലെ ഉൾപോരിൽ CITU പക്ഷത്ത് നിന്ന ലോറൻസ് ഒരേ സമയം KR ഗൗരിയമ്മയുടെയും VS അച്യുതാനന്ദന്റെയും നോട്ടപ്പുള്ളിയായിരുന്നു. 90കളുടെ മധ്യത്തിൽ CPM-നുള്ളിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് MM ലോറൻസിന്റെയും KN രവീന്ദ്രനാഥിന്റെയും നേതൃത്വത്തിൽ CITU ലോബിയും VS-ന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും തമ്മിൽ തുറന്ന പോരിലായിരുന്നു. ഇക്കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട സേവ് CPM ഫോറത്തിന്റെ ലഘുരേഖകളുടെ പേരിൽ 1998-ൽ ലോറൻസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഒപ്പം കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി. VS അച്യുതാനന്ദന്റെ 1996-ലെ മാരാരിക്കുളത്തെ തോൽവിയുടെ പേരിൽ CITU നേതാക്കൾ അത്രയും ഏതു നേരത്തും പാർട്ടി നടപടി നേരിടുമെന്ന അവസ്ഥയുണ്ടായിരുന്നു. 1998-ൽ പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ MM ലോറൻസ്, KN രവീന്ദ്രനാഥ്, IT ദാസ്, BB ചെറിയാൻ തുടങ്ങിയവരെ സംസ്ഥാന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു. 12 വർഷം കൺവീനർ സ്ഥാനത്ത് തലയെടുപ്പോടെ നിന്ന ലോറൻസ് സഖാവിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും അങ്ങനെ പൂർത്തിയായി. പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയായ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയുടെ മൂലക്കിരിക്കാനും പാർട്ടി തിട്ടൂരമിറക്കി. പാർട്ടി അച്ചടക്കം എന്നും പാലിച്ചിരുന്ന അദ്ദേഹം മുറുമുറുപ്പില്ലാതെ ഏരിയ കമ്മിറ്റിയിലേക്കും പ്രവർത്തിച്ചു. തുടർന്ന് 98 മുതൽ 2001 വരെ VS അച്യുതാനന്ദൻ കൺവീനറായി. അതിനുശേഷം 2001 മുതൽ 2006 വരെ പാലോളി മുഹമ്മദ് കുട്ടിയും 2006 മുതൽ 2018 വരെ വൈക്കം വിശ്വനും 2018 മുതൽ 2022 വരെ A വിജയരാഘവനും കൺവീനർമാരായി. അതിനുശേഷമാണ് EP ജയരാജൻ കൺവീനറായി രംഗപ്രവേശനം ചെയ്യുന്നത്.
പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി തുടർന്ന 18 വർഷകാലവും അദ്ദേഹത്തിന്റെ വലം കൈയായി നിന്ന ആളാണ് EP ജയരാജൻ. 2016 പിണറായി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന പദവി വഹിച്ചത് EP-ക്കായിരുന്നു. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രിസഭയിൽ നിന്ന് ഹ്രസ്വകാലത്തേക്ക് പുറത്തു പോകേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാനും സഹായിച്ചത് പിണറായിയോടുള്ള അടുപ്പം കൊണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടത് EP-ക്ക് വലിയ തിരിച്ചടിയായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തോടെ ഒഴിവ് വന്ന സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമനം കാത്തിരുന്ന EP-ക്ക് അത് കൊടുക്കാതെ MV ഗോവിന്ദനെ ഡബിൾ പ്രൊമോഷൻ നൽകി സെക്രട്ടറിയാക്കി. ഒറ്റയടിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനവും പോളിറ്റ് ബ്യൂറോ അംഗത്വവും ഗോവിന്ദന് കിട്ടി. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ ഗോവിന്ദന്റെ റോക്കറ്റ് വേഗത്തിലുള്ള ഉയർച്ച EP-ക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അങ്ങനെയാണ് LDF കൺവീനർ സ്ഥാനം പിണറായി ഇടപെട്ട് നൽകിയത്. MV ഗോവിന്ദനുമായി നിസ്സഹകരിക്കുന്ന പ്രവണതയാണ് തുടക്കം മുതലേ കാണിച്ചിരുന്നത്. അദ്ദേഹം നടത്തിയ ജാഥയിൽ സഹകരിക്കാതെ കറങ്ങി നടക്കുന്ന ജയരാജനെയാണ് പാർട്ടി നേതാക്കളും അണികളും പിന്നീട് കണ്ടത്. അറിഞ്ഞും അറിയാതെയും ഒക്കെ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് പതിവായിരുന്നു. 2022 നടന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ EP-ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. EP-യുടെ മക്കളും ഭാര്യയും നടത്തുന്ന ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനമാണ് ചർച്ചയാക്കിയത്. EP പല ന്യായീകരണങ്ങൾ നടത്തിയെങ്കിലും അതാരും മുഖവിലക്കെടുത്തില്ല. ഇതിന് പിന്നാലെ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും അന്വേഷണവും ഒക്കെ ഉണ്ടായി. അതോടെ റിസോർട്ട് നടത്തിപ്പ് ബംഗളൂരു ആസ്ഥാനമായ നിരാമയ്യ റിസോർട്ടിനെ ഏൽപ്പിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നുള്ള EP-യുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നപ്പോൾ ജയരാജൻ ചുവടുമാറ്റി. ഇടത് സ്ഥാനാർത്ഥികൾ ജാഗ്രത പാലിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ന്യായീകരണം ആരും മൈൻഡ് ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ കുടം തുറന്നുവിട്ട ഭൂതം ജയരാജനെ വരിഞ്ഞു മുറുക്കി. BJP പ്രവേശന നീക്കത്തിന്റെ കഥ കൂടി പുറത്തു വന്നതോടെ ജയരാജന്റെ പാർട്ടിയിലെ നിലനിൽപ്പ് പോലും അപകടത്തിലായി. BJP-യിൽ ചേരാൻ ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയതും BJP പ്രഭാരി ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവങ്ങളെല്ലാം ഒന്നൊന്നായി ശോഭാ സുരേന്ദ്രനും ദല്ലാളും വാരിവിതറി. ജയരാജൻ BJP-യിൽ ചേരുന്നതിനുള്ള പണികൾ 90% പൂർത്തിയായിരുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ ജാവ്ദേക്കറെ കണ്ടെന്ന് EP-ക്ക് സമ്മതിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി കൂടി തള്ളിപ്പറഞ്ഞതോടെ EP-യുടെ കൺവീനർ സ്ഥാനം തെറിക്കുമെന്നുറപ്പായി. കൺവീനർ സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ തിരികെ കിട്ടിയ ഏക CPM നേതാവായി ജയരാജന്റെ പേരും ചേർക്കപ്പെടും. ഇനിയും ഏറെ വരാനുണ്ട് CPM-ന്റെ കഥകൾ. കാത്തിരിക്കാം.